മന്ത്രി എ കെ ശശീന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക്. മാനന്തവാടി പ്രദേശത്തെ ജനങ്ങൾ ഭീതിയോടെ കണ്ടിരുന്ന തണ്ണീർക്കൊമ്പൻ എന്ന ആന ചരിഞ്ഞു എന്ന വാർത്തയാണ് അത് നമ്മളിൽ എല്ലാവരിലും നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്തയായിട്ടാണ് ഞാൻ കാണുന്നത്. ബന്ദിപ്പൂരിൽ ഇന്നലെ രാത്രി എത്തിയ ആനയെ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം കാട്ടിലേക്ക് അയച്ചാൽ മതിയെന്നായിരുന്നു തീരുമാനമെടുത്തിരുന്നത്. പക്ഷേ ആ വിദഗ്ധ പരിശോധന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആന ചരിഞ്ഞതായിട്ടാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഇത് കർണാടക വനംവകുപ്പിൻ്റെ മേധാവികളും കേരള വനംവകുപ്പിൻ്റെ മേധാവികളും സ്ഥിരീകരിച്ചതായിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ മരണകാരണങ്ങൾ എന്താണ്, ഇതിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കത് സംബന്ധിച്ച് കൃത്യമായ ഒരു അഭിപ്രായം പറയാൻ കഴിയൂ. അതിനിടയിൽ ഊഹാപോഹങ്ങൾ പറയുന്നത് എത്രത്തോളം ഉചിതമായിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഇന്നലെ രാവിലെ ഈ വിവരം അറിഞ്ഞതോട് മുതൽ മാധ്യമങ്ങളും ഈ തണ്ണീർക്കൊമ്പനെ പിടികൂടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി തന്നെയാണ് അവിടെ പ്രവർത്തിച്ചിരുന്നത്. നിങ്ങൾക്കെല്ലാം നല്ല ഉത്തമ ബോധ്യമുള്ളതാണ്, എല്ലാ കാര്യങ്ങളും സുതാര്യമായിട്ടാണ് അവിടെ നടന്നത്. മയക്കുവെടിയുടെ ആ സൂചി കൊണ്ട സ്ഥലം പോലും മാധ്യമങ്ങൾക്ക് കാണത്തക്ക വിധത്തിൽ വളരെ സുതാര്യമായിട്ടാണ് അവിടെ കാര്യങ്ങൾ നടന്നത്. ഇനിയുള്ള തുടർ നടപടികളും അതുപോലെ സുതാര്യമായിട്ടായിരിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം സമയത്ത് കർണാടകത്തിൻ്റെ വിദഗ്ധന്മാരോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പ്രതിനിധി കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്താൻ അവർ തയ്യാറായിട്ടുണ്ട്, പരിശോധന നടത്താൻ അവർ തീരുമാനം. അപ്പോൾ വളരെ സംയുക്തമായാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതുകൊണ്ട് മറ്റൊരു കാര്യമുള്ളത്, ഇതിൽ എന്തെങ്കിലും ഉണ്ടോ, വീഴ്ചയുണ്ടോ തുടങ്ങിയ പ്രശ്നങ്ങൾ സ്വാഭാവികമായും ഉയർന്നു വരാനിടയുണ്ട്. അത് പരിശോധിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചത്. ഒരു 5 അംഗ വിദഗ്ധ സമിതിയാണ്. അതിൽ നിന്നും വിജിലൻസിൻ്റെ പ്രതിനിധി ഉണ്ടാകണം, വെറ്റിനറിയുടെ പ്രതിനിധി ഉണ്ടായിരിക്കണം, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന NGOകളുടെ ഏതെങ്കിലും ഒരു നല്ല ഉത്തരവാദിത്തമുള്ളവർ ഏതെങ്കിലും ഒരു പ്രതിനിധി ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു ലീഗൽ എക്സ്പേർട്ട് ഉണ്ടായിരിക്കണം, ഫ്ലൈയിങ് സ്ക്വാഡിലെ ആളുകളും ഉണ്ടായിരിക്കണം. ഇങ്ങനൊരു സമിതിയെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇത് കൂടുതൽ ശക്തിപ്പെടുത്തണമെങ്കിൽ മുഖ്യമന്ത്രിയുമായി കൂടി ആലോചിച്ച് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും സമിതിക്ക് അന്തിമ രൂപം നൽകുക. ഇതാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. റേഡിയോ കോളറുള്ളൊരു ആനയാണ്, അതിൻ്റെ കൃത്യമായി വിവരങ്ങൾ മോണിറ്റർ ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായും ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഹെൽത്ത് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ മനസ്സിലാക്കാൻ കഴിയുമോ? അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. അല്ല, നമ്മൾ ഇന്നലെ രാത്രി വൈകും വരെ നമ്മൾ ശ്രമിച്ചത് ഈ തണ്ണീർക്കൊമ്പിനെ പിടികൂടാനുള്ള മാർഗ്ഗങ്ങളാണ് ആലോചിച്ചത്. പിടികൂടി കഴിഞ്ഞാൽ മാത്രമല്ലേ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക. അപ്പോൾ ജനങ്ങളുടെ ആശങ്കയായിരുന്നു ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയിരുന്നത് ഈ ആന ജീവിക്കുമോ മരിക്കുമോ, അതിൻ്റെ ആരോഗ്യസ്ഥിതി എന്താണെന്നൊന്നും അവർക്കൊരു പ്രശ്നമായിരുന്നില്ല. ഇതിൻ്റെ ഒരു വീഴ്ച തന്നെയാണ്. കാരണം ജനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ പ്രകോപനപരമായി ഇടപെടുന്നത് എത്രത്തോളം ആശാസ്യമാണ് എന്ന ഒരു ആലോചനക്ക് കൂടി ഇതുവഴിയല്ല. പക്ഷേ ഭാഗ്യവശാൽ മാനന്തവാടിയിലെ ജനങ്ങൾ പ്രകോപിതരായിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അവിടെ നല്ല നിലയിൽ സഹകരിച്ചു എന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ഈ ദൗത്യത്തിൽ എല്ലാവരും സഹകരിച്ചെങ്കിലും ഒടുവിൽ അതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെ ആയിപ്പോയി എന്നതിൽ എല്ലാവർക്കും ദുഃഖമുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു കാര്യം കൂടി, ഇപ്പം അരിക്കൊമ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതിനെ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ 12 മണിക്കൂർ കൂടുമ്പോഴും അതിൻ്റെ ഹെൽത്തിനെ കുറിച്ചുള്ള വലിയ രീതിയിൽ ഒബ്സർവേഷൻ നടത്തുകയും അത് ഹെൽത്തി ആണ് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ അത്തരത്തിലൊരു പരിശോധന നടന്നിട്ടുണ്ടോ, അഥവാ അതിൽ വീഴ്ച വരുത്തി എന്നാണോ സാറിപ്പോൾ പറഞ്ഞത്? അല്ല, അത് പൊതുനിരീക്ഷണം നടത്തിയിട്ടുണ്ടല്ലോ. പൊതുനിരീക്ഷണം നടത്തിയാൽ പോരല്ലോ. കാരണം ആനയെ പിടികൂടി നടത്തുന്ന പരിശോധനയും ആനയെ നിരീക്ഷണത്തിലൂടെ കണ്ടെത്തുന്ന പരിശോധനയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാകുമല്ലോ. സ്വാഭാവികം നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന ഒന്നാണല്ലോ. അല്ലാതെ അതിനകത്ത് മറ്റെന്തെങ്കിലും ഉണ്ട് എന്ന് നമ്മൾ പറയുന്നതും ചിന്തിക്കുന്നതും എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ല. അല്ല, മറ്റ് റിപ്പോർട്ടുകളല്ലേ നോക്കാൻ പറ്റുള്ളൂ. റിപ്പോർട്ടുകൾ പരിശോധിക്കുക, ഒബ്സർവേഷനിൽ നിർത്തുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിഗമനത്തിലെത്തുക. ആ നിഗമനം വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന വെറ്റിനറി സർജന്മാരടങ്ങുന്ന ഒരു സംഘമാണല്ലോ നടത്തിയിട്ടുള്ളത്. പക്ഷേ അത് എത്രത്തോളം 100% പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്നില്ലല്ലോ. ഇല്ലില്ല, മൂവ്മെൻറ്റ് മാത്രമേ അറിയുള്ളൂ. ഇല്ലില്ല, കാരണം നിങ്ങൾ കണ്ടതാണല്ലോ. ആകെ എത്രയോ മണിക്കൂറുകൾക്ക് ശേഷമാണ് മയക്കുവെടി വെക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. മയക്കുവെടി വെച്ചപ്പോൾ തന്നെ അവിടെ 1ാമത്തെ ഡോസ് കൊടുത്തപ്പോൾ തന്നെ
സാധാരണ നിലയിൽ ഉണ്ടാകേണ്ട വിധത്തിലുള്ള അത് എഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്കെല്ലാവരും കണ്ടതാണ്. രണ്ടാമത്തെ ഡോസും കൂടി കൊടുത്തപ്പോഴും വലിയ ഇഫക്റ്റ് ഒന്നും കണ്ടില്ല. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് നമുക്കൊരു പുറത്തുനിന്ന് നോക്കുന്ന ഒരു മൂന്നാമതൊരാൾക്ക് തോന്നുന്നത് ആനയ്ക്ക് ഒരു അസാധാരണ സ്വഭാവമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. കാരണം ഒരു ഉപദ്രവം ആർക്കും ചെയ്തില്ല. ഈ മയക്കുപിടി കൊണ്ടിട്ടും അതിങ്ങനെ മരവിച്ച് നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുകയല്ലാതെ ഒന്നും ചെയ്തില്ല. അപ്പോൾ അത് അസാധാരണത്വം ദർശിക്കാൻ ആ ഘട്ടത്തിൽ പ്രേക്ഷകർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, പോസ്റ്റ്മോർട്ടത്തിൽ അതൊക്കെയാണല്ലോ తెలిയാം. ഡോസേജ് കൂടി പോയത് കൊണ്ടാണോ മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ? അല്ലാതെ അതെല്ലാം നമ്മൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദ പരിശോധനയിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആ പരിശോധന സുതാര്യമായിരിക്കുമെന്ന ഉറപ്പ് മാത്രമാണ് ഇപ്പോൾ എനിക്ക് നൽകാനുള്ളത്. തീർച്ചയായും. കാരണം അതുകൊണ്ടാണ് ഉത്തരവ് ഉടനെ കൊടുക്കാത്തത്. അപ്പം നമ്മൾ ഈ കാര്യത്തിൽ ചെയ്തത് എന്താണ്? ആദ്യം സാധാരണ പരമ്പരാഗത രീതി ഉപയോഗിച്ചുകൊണ്ട് ഈ കാട്ടാനയെ ഉൾക്കാട്ടിലേക്ക് അയക്കാൻ കഴിയുമോ എന്ന പരീക്ഷണമാണ് ആദ്യത്തെ 2 മണിക്കൂറിൽ നടന്നത്. അത് ഫലം കണ്ടില്ല എന്ന് വരുമ്പോഴേക്കും ജനങ്ങൾ അക്ഷമരായതുകൊണ്ട് മാത്രമല്ല, അതുകൊണ്ടാണ് പിന്നെ കുങ്കിയാനകളെ ഉപയോഗിച്ച് നമുക്ക് ഉൾക്കാട്ടിലേക്ക് അയക്കാൻ കഴിയുമോ എന്ന് പരീക്ഷിച്ചത്. അതുകൊണ്ടും ഫലമില്ല എന്ന് ഗ്രൗണ്ട് ലെവൽ യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് മയക്കുപിടി വെച്ച് പിടികൂടാനുള്ള ഉത്തരവ് വനം വകുപ്പ് ആസ്ഥാനത്തു നിന്ന് നൽകിയത്. പക്ഷേ അത് കാലതാമസമായിട്ടാണ് എല്ലാവരും എടുത്തത്. മാധ്യമങ്ങൾ പോലും അങ്ങനെയാണ് എടുത്തത്. പക്ഷേ ഇപ്പം ചോദിച്ച ചോദ്യം ഇന്നലെ നിങ്ങൾ ചോദിക്കുമായിരുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഓരോ സന്ദർഭത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അത് ആരുടെയും കുറ്റമോ കുറവോ മനഃപൂർവ്വം എന്നല്ല ഞാൻ പറയുന്നത്. അന്ന് എന്തുകൊണ്ട് പിടിക്കുന്നില്ല, ഇന്നലെ എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്നുള്ള ചോദ്യമായിരുന്നു. ഇന്നാണ് ഇത് സംഭവിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്നുള്ള ചോദ്യം കാലതാമസം ഉണ്ടായി എന്ന് തന്നെയായിരിക്കും ഫോക്കസ് ചെയ്യപ്പെടും. ഇന്ന് രാവിലെയും അതായിരിക്കും ഫോക്കസ് ചെയ്യപ്പെടുക. ഞാൻ ചില ചാനലിൽ അതാണ് കണ്ടത്. ഇന്ന് രാവിലെയും ഫോക്കസ് ചെയ്യപ്പെട്ടത് അല്ല, അത് പാഠമെന്ന് പറയാൻ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ അക്ഷമയും അക്രമാത്സകതയും കാണിക്കാതെ സാവകാശത്തിൽ ഓരോ നടപടിയും പൂർത്തീകരിച്ചുകൊണ്ട് ചെയ്യാനുള്ള സാവകാശം വനവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്താൽ അവർ ആത്മാർത്ഥമായി തന്നെ കർഷക താല്പര്യം സംരക്ഷിക്കാനുള്ള പ്രവർത്തനം നടത്തുമെന്ന ഉറപ്പാണ് എനിക്ക് ഈ ഘട്ടത്തിൽ നടത്താനുള്ളത്. അത് കിട്ടിയില്ല. കേരള അതിർത്തിയിലേക്ക് മൂവ് ചെയ്യുന്നുള്ള ഏതാണ്ട് പുലർച്ചെ 4 മണിയോട് കൂടി. അതുകൊണ്ടാണല്ലോ പെട്ടെന്ന് നമ്മളവിടെ എത്തിച്ചേർന്നത്. അല്ല, അതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്. അവിടെ ഒരു ഗ്യാപ്പ് വരും. കേരള അതിർത്തിയിലേക്ക് കടക്കുമ്പോൾ റേഞ്ച് ഉണ്ടാവില്ല. നമുക്കും കിട്ടില്ല. കാരണം കണക്ഷൻ നമുക്കുണ്ട് ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ്, കുറച്ച് നേരത്തൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്തൊന്ന് വീഴ്ച എന്ന് അതിനെപ്പറ്റി പറഞ്ഞുകൂടാ. അത് സ്വാഭാവികം. നമ്മളിപ്പോൾ തന്നെ ഇവിടെ തന്നെ റേഞ്ച് കിട്ടാത്ത ചില സന്ദർഭങ്ങളുണ്ടാവില്ല. കാരണം കർണാടകയുടെ ഫോറസ്റ്റ് ഏരിയയെ കവർ ചെയ്തുകൊണ്ടായിരിക്കാം അവരുടെയും കേരള ഫോറസ്റ്റ് ഏരിയയെ കവർ ചെയ്തുകൊണ്ടായിരിക്കാം കേരളത്തിൻ്റെ സംവിധാനം ഉണ്ടാവുക. അപ്പോൾ അതിനിടയ്ക്ക് വരുന്നൊരു ചെറിയ സമയമുണ്ട്. ആ സമയത്തെ വ്യത്യാസമല്ലാതെ വിവരം കിട്ടുകയും ഏതാണ്ട് 7 മണിയോടുകൂടി നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാ സന്നാഹത്തോടും കൂടി അവിടെ എത്തണമെങ്കിൽ അതിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഒരുക്കം യാത്രാ സമയം കൂടി എടുക്കുമല്ലോ. ആ സമയമല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ലില്ല, ഈ കാറ്റഗറിയിലുള്ളവരെന്ന് മാത്രമാണ് ഇപ്പം ഞാൻ നിർദ്ദേശിച്ചത്. അത് ആലോചിച്ച് ഏറ്റവും മിടുക്കന്മാരായ ആളുകൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കും.